എന്താ ഇടിക്കുവാണ് ചെയ്തത്? അടിക്കുകയല്ല, ഇടിക്കുകയാണ്. കൈ ചുരുട്ടി ഇടിക്കുക. കൊച്ചു പേപ്പറിലെ ഡൗട്ട് ചോദിച്ചതാ കൊച്ച്. അന്നപ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. അന്നപ്പോഴത്തേക്ക് ഈ ഇടി കൊച്ചു പറയാ ഞാൻ ഇവിടെ ഇല്ലാത്ത രീതിയാണ് കൊച്ചു ഫീലായിപ്പോയത്. എന്ന് വെച്ചാൽ അവനിക്ക് സ്വാധീനം നഷ്ടപ്പെട്ട രീതിയായിപ്പോയി കൊച്ചിന് തന്നെ. ഇപ്പം മാനസികാവസ്ഥ തന്നെ ഒരു ഭക്ഷണം പോലും കഴിയില്ല. ആ ഒരു അവസ്ഥയിലോട്ടായി. വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. വീട്ടിൽ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാ കയ്യിൽ പിച്ച് ചെയ്ത് അപ്പുറത്തെ കയ്യിൽ പിച്ച് എടുത്ത് വീട്ടിൽ പറയുമോ എന്ന് ചോദിച്ചു. അപ്പം ഇവിടെ നഗറിറങ്ങി പാടാകാ പിച്ചി പറിച്ചത്. അവിടെ നടന്നൊരു ഗുണ്ടായിസാ സാറേ. ഇന്നത്തെ കാലത്ത് ഒരു വടി പോലും എടുത്തു കൊടുക്കാൻ നിയമം ഇല്ലാത്തടത്ത് പിടിച്ച് ഇടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇറക്കി വിടണം നമ്മുടെ പിള്ളേരെ പഠിക്കാൻ. എന്ത് മനസ്സമാനത്തിൽ ഞങ്ങൾ എന്ത് മനസ്സമാനത്തിൽ വീട്ടിലിരിക്കും? നമ്മുടെ കുടുംബം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ നമുക്ക് പിള്ളേരുടെ ലോക സ്കൂളാണ്, അവരുടെ കുടുംബമാണ്. അത് അവിടെയല്ലേ കൂടുതലും ചിലവഴിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരുന്നത്. ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞ നല്ല പൊട്ടലുണ്ട്. ഇപ്പം CT സ്കാൻ എടുത്ത് അതിൻ്റെ റിപ്പോർട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വരും. അതിൻ്റെ റിസൾട്ട് ഡോക്ടർ ഉണ്ടോ? ഇപ്പോൾ ഇവിടെ ഉണ്ടോ ഡോക്ടർ? എന്തോ 4:30 വരുമല്ലേ? നമ്പർ ഒന്ന് വിളിച്ച് സംസാരിക്കാം. വേദന ഉണ്ടോ മോനെ? അപ്പം ഇനി ഒരു മക്കളുടെ നേരെയും ഒരിടത്ത്, ഈ അധ്യാപനം എന്നല്ല ഒരിടത്ത്, അത് ചെറിയ രീതിയിലെങ്കിലും മൊത്തത്തിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ മാനസികത പോലും ആ ഒരു അവസ്ഥയിലോട്ടായി. രാത്രി നെട്ടി എണ്ണിക്കുക. വേദനയുടെ ഒരു ഭാഗം വേറെ ഒരു ഭാഗം ഞെട്ടി എണ്ണിക്കുക. ഇനി ഒന്ന് അവനൊന്ന് ഫ്രീ ആയി ചിരിച്ച് കാണുന്ന ഞാൻ എപ്പോഴാണ്. കുഞ്ഞിൻ്റെ ഓതലായിട്ടും സ്കൂളായിട്ടും എല്ലാം പോയില്ലേ. അത് അതിനെക്കാണ് അവന് ആ ഒരു മൂടോട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒന്നും അവനെ ഉണർത്തും. ഒന്ന് സാറ് തന്നെ ഒന്ന് പറയാം. അതിനൊരു എന്താ എനിക്ക് പറയാൻ വാക്കില്ല. ഞാൻ തളർന്നില്ല. ഹൈ BP ആയിട്ട് കാഷ്വാലിറ്റിയിലായിരുന്നു. ആകെ ഒരവസ്ഥയിലായിപ്പോയി. വിഷമിക്കണ്ട കേട്ടോ, മാറിക്കോളും കേട്ടോ. മെഡിക്കലായിട്ട് പഠിക്കണം കേട്ടോ. എൻ്റെ അടുത്തിരുന്ന ഒരു കുട്ടി പ്രതികരിച്ച് ചോദിച്ചു, സാറേ ഇതെന്നാ ചെയ്യുന്നതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു നിനക്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നിനക്കെന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞു. എക്സാം ഹോളിൽ ഇരുന്ന കുട്ടി, എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ തന്നെ. അപ്പോഴത്തേക്ക് പറഞ്ഞു നിനക്കെന്താന്ന് ചോദിച്ചു. അവന് സങ്കടം കൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. സങ്കടമാണ് നീ കൂടെ ഇരുന്ന് കരഞ്ഞോളാൻ പറഞ്ഞു. ആ കുട്ടിയോട് പറഞ്ഞു കൂടെ ഇരുന്ന് കരഞ്ഞോ സങ്കടമാണെങ്കിൽ. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി പറയുമെന്ന് പറഞ്ഞപ്പം പിച്ചു കൊടുത്തത്. അല്ലെ മാനേജറിനെ ഇട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പിന്നെയും ഭീഷണിയാണ് അവിടെ നടന്നത്. വേറെ മറ്റേ ഈ ആ ഹോളിൽ ഒരു സാറേ ഉള്ളായിരുന്നു. ഇറക്കിയും വിടത്തില്ല. അത്രയും ടൈം അവൻ കാത്തിരുന്ന കൊച്ചു അത്രയും വേദന സഹിച്ച് എൻ്റെ കുഞ്ഞ് എക്സാം എഴുതാൻ പറ്റിയില്ല. വലത് കയ്യാ കൊച്ചിൻ്റെ സംഭവിച്ചത്. വലത് കയ്യുക. പിന്നെ എങ്ങനെ എഴുതാൻ, എങ്ങനെ പേന പിടിക്കാനാ? ആളുടെ മൈൻഡ് തന്നെ മറിഞ്ഞു പോയല്ലോ ആ ഒരു രീതി ആവുമ്പോൾ. എന്താണെങ്കിലും അതൊരു അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമായ സംഭവമായിപ്പോയി. തീർച്ചയായിട്ടും അത് ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ചൈൽഡ് ലൈൻ ഇതിനകത്ത് ഉചിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കും. ഇങ്ങനെ തികച്ചും തെറ്റായ ഒരു സമീപനം എടുത്ത ഒരു അധ്യാപകനെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം. ഇനി ഇത്തരമൊരു ഒരു ദുരനുഭവം ഒരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും അതിനകത്ത് സാധ്യമായ നിയമം അനുശാസിക്കുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തും കേട്ടോ. ഈ കുട്ടിയുടെ സുരക്ഷിതമായ പഠനത്തിനും ഭാവിക്കും വേണ്ട ആവശ്യമായ സൗകര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് അതും കുട്ടിയുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ല നിലയിലുള്ള സാഹചര്യവും ഒരുക്കും. അതോടൊപ്പം സാധ്യമായ ഇത്തരമൊരു ഹീനകൃത്യം നടത്തിയ അധ്യാപകനെതിരെ നിയമം അനുശാസിക്കുന്ന എല്ലാ നടപടികളും അത് മാനേജ്മെൻറ്റുമായി ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാനേജ്മെൻറ്റാണ് അതിനകത്ത് ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. സ്വകാര്യ സ്കൂളാണല്ലോ. അതായാലും നിയമപ്രകാരമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് തന്നെയാണ് MLA എന്നുള്ള നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനും നിർദ്ദേശിക്കാനും. അത് സ്വകാര്യ സ്കൂളാണ്. മാനേജ്മെൻറ്റ് സ്കൂളല്ല.
പക്ഷേ അച്ചടക്ക നടപടികളും അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് സ്കൂൾ മാനേജ്മെൻറ്റ്. എന്നോട് പറഞ്ഞ കേസിന് പോകാതെ ഇത് എന്തെങ്കിലും ഒത്തുതീർപ്പാക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ അപ്പം ഡോക്ടറുമായിട്ട് പിന്നെ സംസാരിക്കുന്നതാണ് എനിക്ക് അപ്പോൾ BP കൂടി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടായി ഞാൻ. കുഞ്ഞിൻ്റെ ഒരു റിക്കവറിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല സാറേ. മനസ്സാകെ ഒരു മാനസികമായിട്ട് ആയിക്കൊൻ്റെ കൊച്ച് എന്ന് വെച്ചാൽ പേടിയാണ്, ഞെട്ടി എണ്ണിക്കുക എന്ന് വെച്ചാൽ ആ ഒരു ഞെട്ടൽ. സാരമില്ല, 2 ദിവസം കൊണ്ട് ഞാൻ മെടുക്കാനായിക്കോളും കേട്ടോ. കേട്ടോ കഴിച്ചോ അല്ലേ? കഴിച്ചില്ല, ഇന്ന് കഴിച്ചില്ല. ഒരു ജ്യൂസും ആ ചായയും കുടിച്ച് അപ്പം ട്രിപ്പ് ഇടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പേടിച്ചിട്ട് കഴിക്കുന്നുമില്ല. ആകെ ഒരു എന്താ ആ ഒരു അവസ്ഥയിലായിട്ട്. സാർ എന്താണ് ഇതിനുള്ള ഒരു ശക്തമായ ഒരു തീരുമാനം എടുക്കണം. മറ്റുള്ളവർക്കും പാഠമാണ്, എല്ലാവരിലും അറിയണം, എല്ലാ രംഗത്തും ഇത് അറിയാൻ വേണം. ഒരു നിലപാടെടുക്കണം സാറ്. തീർച്ചയായിട്ടും കേട്ടോ.